അപ്പോൾ നാവിഗേഷൻ ബാർ ഞാൻ ആദ്യം തന്നെ നാവിഗേഷൻ ബാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്. അതിന് പിന്നിൽ നമുക്ക് ഇതുപോലെ ഒരു കാർഡ്, അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മളുള്ള കാർഡ് നമുക്ക് ഓൾട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്ത് അത് കോപ്പി ചെയ്ത് ഇവിടെ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി ഒരു 16. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്ത് മറ്റേ കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് ഇറങ്ങേണ്ടത് 60 ആണ്. ഗുഡ് ഇനഫ്, നമുക്ക് അത് തന്നെ മതി. ഇനി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ആദ്യം വരച്ച നാവിഗേഷൻ ബാർ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് മുകളിലും ഇത് താഴെയാണ്. ഇത് നമുക്ക് താഴെയാക്കാൻ, ഇത് വേണമെങ്കിൽ ഇത് മുകളിലും ഇത് താഴെയാക്കാനായിട്ട് നമുക്ക് ഇതുവരെയായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് അധികം എന്താ പറയുക ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്കിത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് എനിക്ക് ഒരു പേര് കൊടുക്കാം. ഞാൻ പറയാണ് കാർഡ് കലണ്ടർ. ഞാൻ പേര് ടൈപ്പ് ചെയ്യുന്ന കാർഡ് കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേര് കൊടുക്കുക. ബേസിക്കലി ലെയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പും അല്ലെങ്കിൽ വേറെ ഏത് ഡിസൈൻ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലെയറാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു ലെയറിന് നമുക്കൊരു പേര് കൊടുക്കാം. നാവിഗേഷൻ BG. BG എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കൊടുക്കാം. പക്ഷെ ഇത് രണ്ടും രണ്ട് സ്ഥലത്താണുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നാവിഗേഷൻ BGനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ അതിൽ എളുപ്പമായിട്ടുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക്ലി ബാക്കിലോട്ട് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ബ്രിങ് ടു ഫ്രണ്ട് സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെൻഡ് ടു ബാക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറൻ്റ് ഇത് ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത്. നാവിഗേഷൻ BG എന്ന് പറയുന്നത്, നമ്മുടെ പേജ് എന്ന് പറയുന്നത് ഈ ഡാഷ്ബോർഡാണ്. അപ്പോൾ നമ്മൾ മൂവ് സെൻഡ് ടു ബാക്ക് എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും താഴെ പോയി കിടക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ ആക്ച്വൽ യൂസ് കേസ് എന്ന് പറയുന്നത് ഈ നാവിഗേഷൻ ബാർ മുകളിൽ തന്നെയാണ്, ബാക്കിലല്ല. അപ്പോൾ നമുക്കത് മുകളിലോട്ട് തന്നെ കൊണ്ടുവരണം. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്തിട്ട് ബ്രിങ് ടു ഫ്രണ്ട്, ഇതിന് കീബോർഡ് ഷോർട്ട് കട്ടും ഉണ്ട്. അപ്പോൾ കീബോർഡിൽ നിങ്ങൾ ഈ ഒരു കീ കണ്ടിട്ടുണ്ടാവും, സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് പഴയ കളറിലോട്ട് മാറ്റാം, വൈറ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് കലണ്ടറിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസൈൻ ചെയ്യാം. നമ്മുടെ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഇമേജിൽ നമ്മൾ കലണ്ടർ മുഴുവനായിട്ട് കാണുന്നില്ല, കലണ്ടറിൻ്റെ ഒരു പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. എന്നാലും നമുക്കത് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ടൈപ്പ് ടൂൾ എടുക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു. ഇപ്പം ഞാൻ അലൈൻമെൻ്റ് ഒന്നും കറക്റ്റ് ചെയ്യാൻ നോക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു എലമെൻറ്റ്സ് ഉണ്ടാക്കുന്നു. നമ്മൾ ഈ ഒരു ആരോ ക്രിയേറ്റ് ചെയ്യുന്നു, പെൻ ടൂൾ എടുക്കുന്നു, ഡ്രോ ചെയ്യുന്നു. ഇപ്പം നോക്കി അത്ര ആക്യുറേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൂൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാം. നമ്മൾ ഡ്രോ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കോർണർ ഇപ്പോൾ സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത്, അത് നമുക്ക് റൗണ്ടഡ് ആക്കാം. തിക്നെസ് ഞാൻ കുറച്ചുകൂടി കൂട്ടാണ്, 1.4. ഇവിടെയാണ് നമ്മൾ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് തന്നെ ഒരു കോപ്പി ഓൾട്ട് ഡ്രാഗ് ചെയ്തിട്ടൊരു കോപ്പി എടുക്കുന്നു. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ എനിക്കത് ഡയറക്റ്റ് ഫ്ലിപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, Ctrl+G അല്ലെങ്കിൽ Command+G. നമുക്കത് എന്നിട്ട് ഇവിടെ കൊടുന്ന് കോപ്പി ചെയ്യാം. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് കണ്ടുപിടിക്കണം. ഇത് കണ്ടിട്ട് ഓൾമോസ്റ്റ് സെയിം ഈ ഫോണ്ട് സൈസ് പോലെ തന്നെ ഉണ്ട്. നമുക്കൊരു 12 ഉള്ളത് 15 ആക്കാം, അത് സെമി ബോൾഡ് ആക്കാം. കളറ് നമ്മുടെ ടെക്സ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞ കളർ കൊടുക്കുക.
ഞാനിപ്പം ജസ്റ്റ് നോക്കുമ്പോൾ അത് കുറച്ച് ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊരു 16 അല്ലെങ്കിൽ 18 ടു മച്ച് ആണെന്ന് തോന്നുന്നു. 17 കൊടുക്കും. ഇനി ഈ ഏരോയും ഈ ടെക്സ്റ്റ് നമ്മൾ സെൻറ്റർ അലൈൻ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻറ്റർ അലൈൻ ചെയ്യാം. അപ്പോൾ ആ ഒരു പോർഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ളത് ഈ ഡേയ്സ് ആണ്, മൺഡേ ട്യൂസ്ഡേ എന്നുള്ളത്. ഞാനിത് തന്നെ ഒരു കോപ്പി എടുത്തുകൊണ്ട് മൺഡേ ഞാനിപ്പോൾ ക്യാപിറ്റൽ അടിക്കുന്നില്ല, നമുക്കത് പിന്നീട് കേസ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ വെച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ കേസ് ചേഞ്ച് ചെയ്യാം. കേസ് അപ്പർ കേസ് ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു 12 ആണ് കൊടുത്ത് നോക്കുന്നത്. എനിക്ക് തോന്നുന്നത് 12 കൊടുത്തിട്ട് ഏകദേശം കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അവിടെ നമുക്ക് ടെക്സ്റ്റ് ലൈറ്റ് തന്നെ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു കളർ തന്നെയാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഡിസൈനിൽ ഈ ഒരു ഏരോയ്ക്ക് അഡ്ജസ്റ്റ് ഓൾമോസ്റ്റ് അലൈൻ ചെയ്തിട്ടാണ് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കതുപോലെ ഈ മൺഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സൺഡേ ഈ ഏരോയിൽ എൻഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ തമ്മിലുള്ള ബിറ്റ്വീൻ സ്പേസ്, അതായത് ഇപ്പം നമ്മൾ പലതും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ലെറ്റർ രണ്ട് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടൽ സ്പേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായിട്ട് ഈക്വലി സ്പേസ് ആയിട്ട് അലൈൻ ആവും. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഹെഡർ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഹെഡർ സെക്ഷനും ഇതും തമ്മിലുള്ള സ്പേസിംഗ് ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 36 ആയിട്ടാണുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് സൈസാണ് വെക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റെഫറൻസ് ആയിട്ടുള്ളൊരു ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് അതിൻ്റെ സൈസൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ എത്ര ചെക്ക് ചെയ്താലും അതിൽ എറേഴ്സ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് സൈസ് വെച്ചിട്ട് അലൈൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി.